ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ദൈവകൃപയാൽ അഖില മലങ്കര മർത്തമറിയം സമാജത്തിന്റെ സെൻട്രൽ എക്സാമിനേഷന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള 7ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരവസരം തന്നിരിക്കുകയാണ്. അതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ 7ാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കില് ചാപ്റ്റർ 6 അധ്യായം 6 ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇത് ഇനിയുള്ള 2 ചാപ്റ്റേഴ്സും വളരെ സിമ്പിൾ ആണ്, അധികം ഗഹനമായ കാര്യമല്ല. വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും നമുക്ക് പഠിക്കുവാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് അടുത്തത് 2 വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 6 ഓട്ടം സ്ഥിരതയോടെ ഓടുക, പേജ് നമ്പർ 41, ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 41. അപ്പം ഈ അധ്യായത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താ നമ്മുടെ ബുക്കിന്റെ ടൈറ്റില് നോക്കിയാൽ അല്ലെ, ടൈറ്റില് തന്നെ എന്താ, യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മളുടെ ചിന്താവിഷയം എന്നത് യേശുവിങ്കലേക്ക് നോക്കുക, അതോടൊപ്പം ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതാണ് നമ്മുടെ ടൈറ്റിലും ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള അധ്യായവും. ഇത് ഹീബ്രൂസ് ചാപ്റ്റർ 12, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എബ്രായ ലേഖനം 12ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ ചിന്താവിഷയം നമുക്കറിയാം, എബ്രായ ലേഖനം 12ാം അധ്യായം 1-2 വാക്യങ്ങളായിട്ട് വരും. നമ്മുടെ ചിന്താവിഷയവും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയണത്? ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒരു ഓട്ടത്തിലാണ് അല്ലെ. ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്. നമുക്ക് ഡെയിലി ഉള്ള നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും നമ്മൾ പറയും നമ്മൾ വളരെ ബിസിയാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സമയം നമുക്കില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഓട്ടവും നമ്മൾ എപ്പോഴും പറയുന്ന ഓട്ടവുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളുടെ ഓട്ടം എന്താ? നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ ഓട്ടത്തെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ എബ്രായ ലേഖനം 12ാം അധ്യായം പഠിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഓട്ടം എന്ന് പറയുന്നത് അതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടമാണ്, ഒരു സ്പിരിച്വൽ റേസ് ആണത്. നമ്മുടെ ഭൗതിക ജീവിതമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മീയമായ ഓട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഓട്ടം ഒരു ആത്മീയ ജീവിതത്തിൽ എങ്ങനെ, ഒരു ക്രൈസ്തവ ജീവിതത്തിലെ ഓട്ടം എങ്ങനെ, നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം അതെങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രിപ്പറേഷൻസ് എന്തായിരിക്കണം, നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, എങ്ങനെയാണ് ഈ ഓട്ടം ഓടേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയുന്നു, ഇവിടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ് ഒരു റേസ് കോഴ്സിനോടാണ് ഇവിടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ ഓട്ടം എങ്ങനെയാണ് ഈ ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം ഓടേണ്ടത്? സ്ഥിരതയോടെ ഓടുക, റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 12ാം അധ്യായത്തില് പ്രധാനമായിട്ടും എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? ക്രൈസ്തവ ജീവിതത്തെ ഓട്ടക്കളത്തോട് സാദൃശ്യപ്പെടുത്തിയാണ് എബ്രായ ലേഖനം 12ാം അധ്യായം ത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 12ാം അധ്യായം 1-ാം വാക്യം നമ്മൾ എടുത്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പം ഇവിടെ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ഓട്ടം നമ്മൾ തനിച്ചല്ല അല്ലെ. നമ്മുടെ ഭൗതികമായ ഓട്ടത്തില് നമ്മൾ എങ്ങനെയാ, നമുക്ക് പലപ്പോഴും നമ്മൾ പറയും നമ്മൾ തനിച്ചാണ് ഓടുന്നതെന്ന് പറയും, പക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ആത്മീയമായ ഓട്ടത്തിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്? അപ്പം ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നു, നിങ്ങളുടെ ആത്മീയമായ ഓട്ടത്തിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ ചുറ്റും ആരുണ്ട്? സാക്ഷികളുടെ ഒരു വലിയ സമൂഹം
നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ സമൂഹമാണ് നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ആരാണ് ഈ സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ചാപ്റ്റർ 11 നമ്മൾ കണ്ടായിരുന്നു. വിശ്വാസ ധീരന്മാരെന്ന് പറഞ്ഞ കുറെ പേരെ നമ്മൾ പഠിച്ചു അല്ലെ, ഹീറോസ് ഓഫ് ഫെയ്ത്ത്. ഇവരെയാണ് സാക്ഷികളുടെ സമൂഹം എന്ന് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ 11 വിശദീകരിച്ച വിശ്വാസധീരന്മാരെയാണ് ഈ സാക്ഷികളുടെ സമൂഹമായിട്ട് ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, ഹീറോസ് ഓഫ് ഫെയ്ത്ത്. ഇനി ഇവരുടെ പ്രത്യേകത എന്താ? ഇവര് നമ്മെ പോലെയല്ല, അവര് നമ്മളെക്കാട്ടിലും ഒക്കെ വളരെയധികം മേലെ നിൽക്കുന്നവര്, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വിശ്വാസധീരന്മാരാണ്. അതുകൊണ്ടാണ് അവരെ ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കണ്ടു പലരെയും, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലെ കുറെ ആൾക്കാരെ നമ്മൾ പഠിച്ചു. വിശ്വാസത്തില് വളരെയധികം ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽക്കുന്ന വിശ്വാസധീരന്മാരെ നമ്മൾ പഠിച്ചു. അപ്പോൾ എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മളുടെ ഓട്ടം തനിച്ചല്ല, നമുക്ക് ചുറ്റും ആരുണ്ട്? ഈ വിശ്വാസധീരന്മാരുണ്ട്. അവരുടെ മധ്യസ്ഥതയും അവരുടെ പിന്തുണയും എപ്പോഴും അവരുടെ പ്രാർത്ഥനകളും നമുക്ക് മുന്നോട്ട് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ എബ്രായ ലേഖകൻ നമ്മെ എന്തിലേക്കാണ് മുന്നേറുവാനായിട്ടാണ് ലേഖകൻ ആഹ്വാനം ചെയ്യുന്നത്? ഈ വിശ്വാസ പോരാട്ടക്കാരുടെ ധീരമാതൃക പിന്തുടർന്ന് ക്രിസ്തുവിലേക്ക് മുന്നേറുക. ക്രിസ്തുവിലേക്ക് എങ്ങനെയാണ് ഓടേണ്ടത്? ആരുടെ മാതൃകയാണ് പിന്തുടരേണ്ടത്? മുൻ അധ്യായത്തിൽ, അതായത് 11-ാം അധ്യായത്തിൽ വിവരിച്ച വിശ്വാസ പോരാട്ടക്കാരുടെ ധീരമാതൃക പിന്തുടർന്ന് വേണം ക്രിസ്തുവിലേക്ക് ഓടുവാൻ. The writer urges to follow the examples of heroes of faith, which was described in chapter 11. ഇനി ഇവിടെ 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യത്തിലും ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസികൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും വിജയത്തിലേക്ക് ഓടുന്നവരുമാണ്. അവിടെയും ഈ വിജയത്തിലേക്കുള്ള ഓട്ടം ക്രൈസ്തവ ജീവിതത്തെ ഒരു ഓട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തി 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ലും പറയുന്നു. എന്താ പറയണത്? ഫെയ്ത്ത്ഫുൾ ലിവ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് റേസ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. ഓക്കെ, ക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെ ഓട്ടം. അപ്പം ഇവിടെയും വളരെ കൃത്യമായിട്ട് പറയുന്നു, നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറയണത്. ക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം, അതിന്റെ ഫോക്കസ് അല്ലെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കാണും. നമുക്കറിയാം, ഒരു ഓട്ടത്തിന് നമ്മൾ എപ്പോഴും ഒരു ലക്ഷ്യം വെച്ചാ ഓടുന്നത്, ഒരു ഇന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെന്നുള്ള ലക്ഷ്യം. അപ്പം ഇവിടെ ആത്മീയ ജീവിതത്തിലെ, ക്രൈസ്തവ ജീവിതത്തിലെ നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ എബ്രായ ലേഖനത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. 1 to 4, ചാപ്റ്റർ 12 വേഴ്സസ് 1 to 4. അവിടെ പ്രധാനമായിട്ടുമുള്ള ഹെഡിങ് എന്ന് പറയുന്നത് ഓട്ടവും അതിന്റെ ലക്ഷ്യവും, റേസ് ആൻഡ് ഇറ്റ്സ് ഗോൾ. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അടുത്ത ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിലുള്ള പേജ് നമ്പർ 41-ൽ കാണുന്ന ആ 3 പാരഗ്രാഫിലെ കാര്യങ്ങൾ ഞാൻ വളരെ പോയിന്റ് വൈസ് ആയിട്ട് പറയുകയാണ്. 4 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓട്ടവും അതിന്റെ ലക്ഷ്യവും, അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അല്ലെങ്കിൽ 1 to 4 വേഴ്സസിൽ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഓട്ടവും അതിന്റെ ലക്ഷ്യവും. ഇവിടെ 4 പോയിന്റ് ആയിട്ട് കാണാം. ഒന്നാമതായിട്ട് പറയുന്ന കാര്യം സാക്ഷികളുടെ സമൂഹമാണ്, ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് ഓട്ടത്തിനുള്ള ഒരുക്കം എങ്ങനെയായിരിക്കണം, പ്രിപ്പറേഷൻ ഫോർ ദ റേസ്. 4-മതായിട്ട് ഇവിടെ പറയുന്നു സ്ഥിരനിശ്ചയത്തോടെ ഓടുക. എങ്ങനെയാണ് ഓടേണ്ടത്? സ്ഥിരനിശ്ചയത്തോടെ, റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി. അടുത്തത് 4-മതായിട്ട് പറയുന്ന പോയിന്റ് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ഈ റേസിൽ നമ്മുടെ ഗോൾ എന്തായിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് വേഴ്സസ് 1 to 4 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം സാക്ഷികളുടെ സമൂഹം. അപ്പം ഇവിടെ അത് ഫസ്റ്റ് പാരഗ്രാഫിലാണ് സാക്ഷികളുടെ, ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ സാക്ഷികളുടെ സമൂഹത്തെ കുറിച്ച് പറയുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. സാക്ഷികളുടെ സമൂഹമാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്, ക്ലൗഡ് ഓഫ്
വിറ്റ്നസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എന്താ പറയണത്, നാം ഏകരായിട്ടല്ല ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു റേസ് ആണ്. റേസ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവിടെ ഭയങ്കര കോമ്പറ്റീഷൻസ് കാണും. നമ്മൾ പോകേണ്ടുന്ന വഴി ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. ചിലപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ചിലപ്പോൾ ചില ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു എന്ന് വരാം. ചിലപ്പോൾ നമ്മൾ കുറെ ഓടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ മടുത്ത് വേണ്ട നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് വന്നേക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഈ ഓട്ടത്തിലും. ഇപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഓട്ടത്തിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നു, നിങ്ങൾ തനിച്ചല്ല, ഏകരായിട്ടല്ല ഈ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നത്, മറിച്ച് വാങ്ങിപ്പോയവരുടെ ഉത്തമ ദൃഷ്ടാന്തവും അവരുടെ പ്രോത്സാഹനവും നമുക്ക് ധൈര്യം നൽകുന്നു. അപ്പൊ ഈ വാങ്ങിപ്പോയവരെന്ന് പറഞ്ഞാൽ അവര് വിശ്വാസധീരന്മാരാണ്. വിശ്വാസത്തിലും പ്രത്യാശയിലും ക്രിസ്തുവിലുള്ള പ്രത്യാശയിലും ജീവിച്ചവരാണ് നമുക്ക് പിന്തുണയും പ്രോത്സാഹനവുമായിട്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്തത് രണ്ടാമതായിട്ട് പറയുന്നത് ഓട്ടത്തിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, പ്രിപ്പറേഷൻ ഫോർ ദ റേസ്. ഇപ്പം ഇവിടെ പറയുന്നു, ശരിയായ ഒരുക്കമില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വിജയം സാധ്യമല്ല, അല്ലെ? നമുക്കറിയാം, ഏത് കാര്യത്തിലും ഇപ്പൊ ഒരു സ്പോർട്സ് ഈവന്റ് എടുത്താൽ തന്നെ അതിന്റെ ആ ഒരു ഈവന്റ് നടക്കുന്നതിന്, ഒരു ഓട്ട മത്സരം നടക്കുന്നതിന് മുമ്പ് ചുമ്മാതെ നമുക്ക് അങ്ങ് പോയി ഓടാൻ പറ്റത്തില്ല, അല്ലെ? അത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പ്രിപ്പറേഷൻ തുടങ്ങും. അതിനൊരു പ്രത്യേക ഭക്ഷണ രീതികൾ കാണും, അതിന് എക്സസൈസ് പാറ്റേൺ കാണും, ഈവൻ നമ്മുടെ ഡ്രസ് കോഡ് പോലും അതിന് ചേരുന്നതായിട്ടായിരിക്കും. അപ്പൊ അത്രയും പ്രിപ്പറേഷൻ നമുക്ക് ഭൗതികമായിട്ട് ഓട്ടത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലെ, ക്രൈസ്തവ ജീവിതത്തിലെ നമ്മുടെ ഓട്ടത്തിനും ചില മുന്നൊരുക്കങ്ങളൊക്കെ ആവശ്യമാണ്, ചില പ്രിപ്പറേഷൻസുകളൊക്കെ ആവശ്യമാണ്. അഡിക്വേറ്റ് പ്രാക്ടീസ് ആൻഡ് പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഇവിടെ 12-ാം അധ്യായം 1-ാം വാക്യത്തില് വീണ്ടും പറയണു എന്തായിരിക്കണം ആ പ്രിപ്പറേഷൻ. വീണ്ടും അവിടെ എന്താ പറയണത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിലേക്ക് പോകണമെന്നാ പറയണത്. അപ്പൊ അവിടെ പ്രിപ്പറേഷൻ എന്താണ് വേണ്ടത്, സകല ഭാരവും അതുപോലെ നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളും ഉപേക്ഷിക്കണം. അതാണ് ഇവിടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഓട്ടത്തിന് വേണ്ട മെയിൻ പ്രിപ്പറേഷൻ എന്ന് പറയണത്. അപ്പം ഇവിടെ പറയണത് ഈ ക്രിസ്തീയ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പൊ നമ്മുടെ ക്രിസ്തീയ ഓട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ്, അല്ലെ? ഇപ്പൊ ഒന്ന് പേഴ്സണൽ ആയിട്ട് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് ചില സമയങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ പവറും, അല്ലെ, ഭയങ്കര ആത്മീയതയാണ്. ചില സമയങ്ങളിൽ, എന്നാൽ അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നോമ്പിന്റെ കാലഘട്ടങ്ങളിലൊക്കെ, അല്ലെ, നമ്മൾ വളരെയധികം നമുക്ക് ഭയങ്കര പ്രിപ്പയർഡ് ആണ്. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പോൾ ഒരു ഉദാസീനതയും ഒരു മടുപ്പും ഒക്കെ തോന്നി നമുക്കൊന്ന് പിന്മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ചിന്തിച്ചുകൊള്ളുക. ക്രൈസ്തവ ജീവിതത്തിന് അനുയോജ്യമായിട്ട് ജീവിക്കുവാൻ എന്റെ മുന്നിൽ തടസ്സം നിൽക്കുന്ന എന്റെ പേഴ്സണൽ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, അപ്പം അതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് എബ്രായ ലേഖകൻ ഇവിടെ പറയുന്നത്. അപ്പം വിശ്വാസ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ വിട്ടുകളയുക. വി മസ്റ്റ് ഗിവ് അപ്പ് എനി ഓബ്സ്റ്റക്കിൾസ് ടു അവർ ക്രിസ്ത്യൻ റേസ്. അതാണ് എബ്രായ ലേഖനം. ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭാരങ്ങൾ പറയുന്നുണ്ട്. 2 പറയണത് പാപങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വെടിയുക. ഈ ഭാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് ശരീരത്തിലെ ചില ദുർമേധസ്സുകൾ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഈ ഭാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ശരീരത്തിലെ ദുർമേധസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ദ സ്പിരിച്വൽ ഫാറ്റ്, അല്ലെ? ദുർമേധസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടം ഓടാൻ പറ്റുമോ? അതോ വളരെ ഫാറ്റ് ഒന്നുമില്ല, നല്ല ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത്, ബോഡി വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫിറ്റ്നസ് ഉള്ള ഒരാൾ ഓടുന്ന ഓട്ടമാണോ പെർഫെക്റ്റ് ആയിട്ട് വരിക? അതോ വളരെയധികം എക്സസീവ് ഫാറ്റും ഉള്ള ഒരാൾ ഓടുന്ന ഓട്ടമാണ് ശരിക്ക് വരിക? അപ്പം ഇതിനെയും നമ്മുടെ സ്പിരിച്വൽ ഓട്ടത്തെയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പം എക്സസീവ് ഫാറ്റ് അല്ലെങ്കിൽ ദുർമേധസ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ദുർമേധസ് അല്ലെങ്കിൽ എക്സസീവ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ കവർ ചെയ്ത് കാണുന്ന എക്സസീവ് ഫാറ്റ്.
അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ വിസറൽ ഫാറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദുർമേധസ് എന്ന് പറയണത് അല്ലെ. ഈ വിസറൽ ഫാറ്റിന്റെ പ്രശ്നം എന്താ? ഇത് ടോക്സിക് ഫാറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഇന്റേണൽ മെയിൻ ആയിട്ടുള്ള ചില ഓർഗൻസിനെയൊക്കെ അങ്ങോട്ട് കയറി കവർ ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തോ സംഭവിക്കും? ഇറ്റ് വിൽ ബി ഹിഡൻ ഇൻ യുവർ ബോഡി. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റൽ ഓർഗൻസിന്റെ ഫംഗ്ഷനെ ഒക്കെ ഇത് അങ്ങോട്ട് അഫക്ട് ചെയ്യാൻ തുടങ്ങും. അല്ലെ, ഇറ്റ് ക്യാൻ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന ചില നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില ബാഡ് ക്വാളിറ്റീസ്, അതൊക്കെ നമ്മുടെ ആത്മാവിനെ അങ്ങ് കവർ ചെയ്യും അല്ലെ. ശരിക്കും ഒരു ഹെൽത്തി ആത്മാവായിരിക്കത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെയാണോ ചെറിയ ചെറിയതായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ, ചിലപ്പോൾ അത് അസൂയയാകാം, നിഗളമാകാം, ദൈവനിഷേധമാകാം, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിനോടുള്ള മടുപ്പാകാം, അല്ലെ. നമുക്ക് പല കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനിങ് ആവാം, ദൈവമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനിങ് ആവാം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും ഒരു ദുർമേധസ്സാണ്. നമ്മുടെ ആത്മാവിനെ ചുറ്റുപാടും പറ്റുന്ന അല്ലെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു ദുർമേധസ്സാണ് നമ്മുടെ ഈ പാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എബ്രായ ലേഖകൻ ഇവിടെ നമ്മോട് പറയുന്നു, ഈ ദുർമേധസ്സിനെ ആദ്യം നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ കുറച്ചൊക്കെ ഒരു ഫിറ്റ്നസ്, എന്ത് ഫിറ്റ്നസ്സാ? സ്പിരിച്വൽ ഫിറ്റ്നസ്. നമ്മൾ ശരീരത്തിന്റെ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ഫിറ്റ്നസ്സും ഇവിടെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. സോ വാട്ട് വി മീൻ ഹിയർ ഇസ് we must free ourselves from all burdens and sins that clings to us. Okay, നമുക്കുള്ള പാപങ്ങളെ അറിഞ്ഞ് അതിനെ വിട്ടുകളയുക, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുറുകെ പറ്റുന്ന പാപങ്ങൾ, സിൻസ് ദാറ്റ് ക്ലിങ്സ് ടു us as the bad qualities, നമ്മുടെ ജീവിതത്തിലെ ബാഡ് ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് നമുക്ക് നമ്മുടെ ഹോളി കൺഫെഷനിൽ നടക്കുന്നതായിട്ടുള്ള സംഭവം. ഇതാണ് നമ്മുടെ ഈ ഓട്ടം നന്നായിട്ട് ഓടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിനെയൊക്കെ ഒന്ന് കളയണം അല്ലെ. ശരിക്കും നമ്മളൊരു എൻജിൻ ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഇടുന്നത് പോലെ നമ്മുടെ ഈ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ട് കിടക്കുന്ന ഈ പാപങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴുകിക്കളയണം. അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ സഭ ഹോളി കൺഫെഷൻ ഒക്കെ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താ, ഈ ദുർമേധസ്സിനെയൊക്കെ കഴുകിക്കളയുന്ന പ്രക്രിയയാണ് ഹോളി കൺഫെഷനിലൂടെയൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പം ഇവിടെ അത് ഇനി അതിനുശേഷം നമുക്ക് പറയുന്നു ചില ആത്മീയ, നമുക്ക് ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുന്നവരാണെങ്കിൽ, മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ എങ്ങനെയാ, നല്ല ഫിറ്റ്നസും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. അപ്പൊ അവിടെ ശരിക്കും ഒരു പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടെ ചില ഭക്ഷണ സാധനങ്ങൾ അവർ വർജിക്കും അല്ലെ. ഇപ്പം ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ പാട്ട് പാടുന്നവരാണെങ്കിൽ തണുപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിനും ചില കാര്യങ്ങൾ വർജിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ നോമ്പ് നമുക്കൊരു ശൂനോയ നോമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിലൊക്കെ നമുക്ക് എന്തുകൊണ്ടാ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ വർജിക്കണോന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതൊരു വെറുതെ അല്ല, അതൊക്കെ ചില കാര്യങ്ങളിലുള്ള കൺട്രോൾ നമുക്ക് ആവശ്യമാണ്. ശരിയായ ഒരു ആത്മീയ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സഭ ക്രമീകരിച്ചു തന്നിരിക്കും. വർജിക്കേണ്ട ചില കാര്യങ്ങൾ വർജിച്ച് നമുക്ക് നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ ആ ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കുക. ഒരു സ്പിരിച്വൽ വെൽബീയിങ് ആണ് അവിടെ ആവശ്യം. നോമ്പുകളുടെയൊക്കെ പ്രാധാന്യം ഈ ഒരു സ്പിരിച്വൽ ശിക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആവശ്യം. ഇനി മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണ്? സ്ഥിരനിശ്ചയത്തോടെ ഓടണം. അപ്പൊ മൂന്നാമതായിട്ട് പറയുന്നു സ്ഥിരനിശ്ചയത്തോടെ. അത് പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു മിഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ഥിരനിശ്ചയത്തോടെ ഓടണം എന്നത് ഇവിടുത്തെ പ്രധാന ആഹ്വാനമാണ്. 12-ാം അധ്യായത്തിലെ പ്രധാന ആഹ്വാനമാണ് സ്ഥിരനിശ്ചയത്തോടെ ഓടണം. റൺ വിത്ത് റെസല്യൂട്ട്നെസ്. ഇവിടെ ലേഖകൻ നൽകുന്ന, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ലേഖകൻ നൽകുന്ന പ്രധാന ആഹ്വാനം എന്താണ്? ദ മെയിൻ തീം ഓഫ് ചാപ്റ്റർ 12, one must run with റെസല്യൂട്ട്നെസ്. അതാണ് ചാപ്റ്റർ 12ന്റെ പ്രധാന ആഹ്വാനം. ഇനി ഇവിടെ ലേഖകൻ വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഓടുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവരുത്. നത്തിങ് ഷുഡ് ഡിസ്ട്രാക്ട് അസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു ലക്ഷ്യം വേണം. നാലാമതായിട്ട് പറയുന്ന കാര്യമാണ് അവിടെ, നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാതിരിക്കാൻ നമുക്കൊരു ലക്ഷ്യം വേണം. ദാറ്റ് ഈസ് അവർ ഗോൾ. ആരാണ് നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം? ഈ ഓട്ടത്തിലെ, ഈ ആത്മീയ ഓട്ടത്തിലെ, ക്രൈസ്തവ ജീവിതത്തിലെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ പറയുന്ന ലക്ഷ്യം ആരാണ്? നമ്മൾ പ്രധാനമായിട്ടും ഓർത്തോണം, എബ്രായ ലേഖനത്തിന്റെ മെയിൻ ഫോക്കസ് തന്നെ ക്രൈസ്റ്റ് ആണ്.
അപ്പം ഇവിടെ ഈ ഓട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് എബ്രായ ലേഖകൻ പറയുന്നത് യേശു ക്രിസ്തു ആണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തീയ ഓട്ടക്കളത്തിലെ നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തു ആണ്. ജീസസ് ഇസ് അവർ ഗോൾ, ദ വൺ ഹു ബ്രിങ് us ടു പെർഫെക്ഷൻ. നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന യേശു ക്രിസ്തു ആണ് ഈ ഓട്ടത്തിലെ നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇനി ഇവിടെ അടുത്തതായിട്ട് പറയുന്നുണ്ട്, പേജ് നമ്പർ 42-ലാണ് പറയുന്നത്, ക്രിസ്തു ആരാണ്? നമ്മുടെ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയും. എന്താ ആൽഫയും ഒമേഗയും? ആദിയും അന്തവും. വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായി നാം ക്രിസ്തുവിനെ കാണണം എന്നാണ് എബ്രായ ലേഖകൻ പറയണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായി യേശു ക്രിസ്തുവിനെ നാം കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ആ പേജ് നമ്പർ 42-ന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്. യേശു ക്രിസ്തു ആരാണ്? എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായിട്ട് ക്രിസ്തുവിനെ കാണണം എന്ന് പറയുന്നത്? ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ നായകനാണ്. ജീസസ് ഇസ് ദ ഹീറോ ഓഫ് അവർ ഫെയ്ത്ത്. അപ്പൊ ആ ഹീറോയാണ് നമ്മൾ പ്രധാനമായിട്ട് ആൽഫയും ഒമേഗയുമായിട്ട് കാണുന്നത് ഈ ഹീറോ ഓഫ് ഫെയ്ത്തിനെയാണ്. അപ്പം ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ദ വൺ ഹു ബ്രിങ്സ് us ടു പെർഫെക്ഷൻ. ഇനി രണ്ടാമതായിട്ടുള്ള പോയിന്റ് എന്താണ്? അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനായവനുമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായിട്ട് നാം കാണുന്നത്. ഹി ക്യാൻ സേവ് us as he is our ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. ഈ രണ്ട് പോയിന്റുകളാണ് അവിടെ അതിന് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നു, യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക എന്നതുകൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പം ഇവിടെ നമ്മുടെ ചിന്താവിഷയം തന്നെ അതാണ്, യേശുവിനെ നോക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലുക്ക് അറ്റ് ജീസസ് മീൻസ് വാട്ട്? അവിടെ പറയുന്നുണ്ട്, പൂർണ്ണ മനുഷ്യനായി തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ച കർത്താവിനെ വിശ്വസിക്കുക. അപ്പം എന്താണ് യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പ്ലെയിൻ ഐസ് കൊണ്ട് ക്രിസ്തുവിന്റെ പിക്ചർ വെച്ചിരിക്കുന്നത് നോക്കി നിൽക്കുക എന്നുള്ളതല്ല. അവിടെ നോക്കുക എന്നുള്ളതിന്റെ ലിറ്ററൽ മീനിങ് അല്ല. അവിടെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? നോക്കുക എന്നതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കുക. അപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. യേശുവിനെ നോക്കുക എന്നതുകൊണ്ട് എബ്രായ ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണ്? പൂർണ്ണ മനുഷ്യനായി തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ച കർത്താവിനെ വിശ്വസിക്കുക. ടു പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ജീസസ് ഹു ബിക്കേം ഫുള്ളി മാൻ, പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ് ഹിസ് മിഷൻ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നോക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ പറയുന്നത് എന്താണ്? വിശ്വസിക്കുക. ലുക്ക് ഇസ് ഈക്വൽ ടു ട്രസ്റ്റ്. അതാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് നോക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ പിന്നെ ആ ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, എബ്രായ ലേഖകൻ നമ്മളോട് പറയുന്നു, ദുർബലരായി പോകരുത്. ഡോണ്ട് ബി ഫീബിൾ ഹാർട്ടഡ്. ദുർബലരായി പോവരുത്. കഷ്ടങ്ങൾ സഹിച്ച് അതിനെ അതിജീവിക്കുവാൻ സാധ്യമാകണം. അപ്പൊ എപ്പോഴാണ് നമ്മൾ സാധാരണ ദുർബലരാകുവാൻ ചാൻസസ്? എപ്പോഴാണ് നമ്മളിങ്ങനെ ഭയങ്കര വിശ്വാസവും എല്ലാം നമ്മൾ വാചാലമായിട്ടും ഒക്കെ പറയും അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടോ ഒരു സഹനമോ വരുമ്പോഴാണ് നമ്മുടെ ഈ വിശ്വാസത്തിനും ഈ ആത്മീയ ഓട്ടത്തിനും ഒക്കെ ഒരു കോട്ടം തട്ടി നമ്മളൊന്ന് അവിടെ ഒന്ന് വിശ്രമിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പവർ കിട്ടത്തില്ല. അപ്പോൾ എബ്രായ ലേഖകൻ ഇവിടെ പറയുകയാണ്, കഷ്ടങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കണം, അതിനെ സഹിച്ചുകൊണ്ട് അതിജീവിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവിടെ നമ്മൾ ദുർബലരായി പോകരുത്. ലൈഫ് ഓഫ് സ്പിരിച്വൽ വാർഫെയർ ഹാസ് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ടു ഫോൾ into the feeble hearted, but the faithful must be able to ഓവർകം ദം. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ കുറച്ചും കൂടെ നറീഷ്ഡ് ആവാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഈ വേദപഠനത്തിലൂടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നതിലൂടെയോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഗുണം എന്താ? ഇതൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് ജീവിക്കുന്നവർ ഒരു പ്രയാസം വന്നാൽ അവരെങ്ങനെയായിരിക്കും? പെട്ടെന്ന് അവർ തകർന്നു പോവും. അതുകൊണ്ടാണ് ഈ ആത്മഹത്യകളുടെ എണ്ണം വളരെയധികം കൂടുന്നത്. ബലപ്പെടുന്നില്ല, മനസ്സുകൊണ്ട് ബലപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ക്രിസ്തു അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു സുഖമല്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരാം. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ സഹിച്ച് മുന്നോട്ട് പോവുക. ഡോണ്ട് ബി ഫീബിൾ ഹാർട്ടഡ്. ദുർബല ഹൃദയരാകരുത്. എന്ത് കഷ്ടങ്ങൾ വന്നാലും അതിനെ സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ നിങ്ങളുടെ റേസ് ക്വിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഓട്ടം അവിടെ, ആത്മീയ ഓട്ടം അവിടെ
നിർത്തരുത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കരുത്, ഞാൻ ഇത്ര വിളിച്ച ദൈവം എവിടെയാ, ഞാൻ വിളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, എന്റെ വിശ്വാസമൊക്കെ വെറുതെ. ഇപ്പൊ ചിലർ കളിയാക്കുകയും കൂടെ ചെയ്യും നമ്മളല്ലോ, എപ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളാ, എന്നിട്ട് എന്താ ഒരു വിജയവും ഇല്ല, അല്ലെങ്കിൽ എപ്പോഴും കഷ്ടതകൾ മാത്രമേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് അങ്ങനെ കഷ്ടത ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, കഷ്ടത കൂടത്തേ ഉള്ളൂ. പക്ഷെ എന്താ നമുക്ക് ഗുണം? നമുക്ക് കിട്ടുന്ന ആ മനോധൈര്യം, ക്രിസ്തുവില് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മനോധൈര്യമാണ് ഇവിടെ വളരെ അത്യാവശ്യം, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ബാലശിഷ്യ പുത്രത്വത്തിന്റെ ലക്ഷണം. ഇത് എബ്രായ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 12 verses 5 to 13 describes chastening is the evidence of sonship. ബാലശിഷ്യ പുത്രത്വത്തിന്റെ ലക്ഷണം, അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അല്ലെ. നമുക്ക് വളരെയധികം അംഗീകരിക്കാനായിട്ട് പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത്, ശിക്ഷണം അല്ലെ. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചു, കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നോട് ഫേവർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എബ്രായ ലേഖകൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, നമുക്ക് തീർച്ചയായിട്ടും ശിക്ഷണങ്ങൾ വരും, ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണങ്ങൾ നമുക്ക് വരും. അത് എന്തിന്റെ ലക്ഷണമാണ്? പുത്രത്വത്തിന്റെ ലക്ഷണം. അതായത് നമ്മൾ ദൈവത്തിന്റെ മക്കൾ അല്ലെ. നമ്മൾ സാധാരണ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള പേരൻസിനെ കുറിച്ച് തന്നെ ഓർത്തു നോക്കുക അല്ലെ. പേരന്റിങ്, നമ്മൾ ഓരോരുത്തരും നല്ല പേരന്റിങ് ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് നമ്മൾ എപ്പോഴും നമ്മളവരെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ശിക്ഷണങ്ങൾ നൽകുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നാണോ? അവരെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടും അവര് വഴിതെറ്റി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാനും. ദൈവം തമ്പുരാൻ താൻ സ്നേഹിക്കുന്ന മക്കളെ കൂടുതൽ ശിക്ഷണത്തിലൂടെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൂടുതൽ ആത്മീയ അനുഗ്രഹങ്ങൾ കൈവരാനാണ്. ലൗകിക അനുഗ്രഹങ്ങളല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പം പ്രയാസങ്ങളെ ആത്മീയ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് സാധ്യമാകും. അവിടെ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ പ്രയാസങ്ങളെ ആത്മീയ അനുഗ്രഹങ്ങളാക്കുവാൻ ദൈവത്തിന് സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണം സ്വീകരിക്കുക, റിസീവ് ദ ചേസനിങ് ഫ്രം ഗോഡ്. ഈ ശിക്ഷണം എങ്ങനെയാണ്? ശിക്ഷണം എന്നുള്ളത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് വേഴ്സ് 5 പറയുന്നത്. ചാപ്റ്റർ 12 വേഴ്സ് 5 പറയുന്നത്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പോൾ കർത്താവ് ശിക്ഷ നൽകുന്നത് ആരെയാണ്? കൂടുതൽ സ്നേഹിക്കുന്നവരെ തന്നെയാണ് കർത്താവ് ശിക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എബ്രായ ലേഖകൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ശിക്ഷണം അതുകൊണ്ട് എങ്ങനെയാണ്? നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമുക്ക് ശിക്ഷണങ്ങളെ നൽകുന്നത്. ഡിസിപ്ലിനിങ് ഇസ് ഡൺ വിത്ത് എ ഗുഡ് പർപ്പസ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ സഹനങ്ങൾ നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മെ ശുദ്ധീകരിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനുമുള്ള ഉപാധിയായിട്ടാണ് ഈ സഹനങ്ങളെ നമ്മൾ കാണേണ്ടത്. നമുക്ക് കുറച്ചും കൂടി ഒരു ശുദ്ധീകരണം, വിശ്വാസത്തിന്റെ കറകളൊക്കെ മാറ്റിക്കളഞ്ഞ് ഒന്നുകൂടി നമ്മെ ശുദ്ധീകരിക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനുമായിട്ടാണ് ഈ സഹനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ God punishes his children to yield fruits of virtue. ഇവിടെ പറയുന്നുണ്ട്, ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീതി ഫലമുള്ളവരാകുവാനാണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് എന്തിനാ? നീതി ഫലമുള്ളവരാകുവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? God punishes his children to yield fruits of virtue. അതാണ് നീതി ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രൂട്ട്സ് ഓഫ് വെർച്യു. അപ്പം ഇവിടെ പറയുന്നു നീതി ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് വെർച്യു എന്ന് പറയുന്നത് എന്താണ്? സമാധാന ഫലം. അടുത്ത ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നത് സമാധാന ഫലം, ഫ്രൂട്ട്സ് ഓഫ് പീസ്. എന്താണ് സമാധാന ഫലം എന്ന് ഇവിടെ പറയുന്നത്? നീതി എന്ന സമാധാന ഫലം. എന്താണ് സമാധാന ഫലം? നീതി, റൈറ്റിയസ്നെസ്. ഫ്രൂട്ട് ഓഫ് പീസ് ഇസ് റൈറ്റിയസ്നെസ്. ഇനി 1 മിനിറ്റും കൂടെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെയിം ലിങ്കിൽ തന്നെ നിങ്ങൾ റീജോയിൻ ആകുക കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നു സമാധാന ഫലം അഥവാ നീതിയാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. കഷ്ടങ്ങൾ ദൈവഹിതമാണെന്ന് അംഗീകരിച്ച് നമ്മൾ കീഴടങ്ങുമ്പോൾ തൽക്കാലത്തേക്കൊക്കെ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാകുമെങ്കിലും
ഒരു നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് അത് കാരണമാകുമെന്നാണ് എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ഇവിടെ ഒരു റെഫറൻസ് കൂടെ പറയുന്നുണ്ട്. 2 കൊരിന്തി 4:17 കൂടെ ഇവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഞങ്ങൾ സഹിക്കുന്ന ലഘുവും താൽക്കാലികവുമായ ക്ലേശം അനശ്വരമായ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ സജ്ജരാക്കുന്നു. അപ്പോൾ അതിനോട് തട്ടിച്ചു നോക്കിയാൽ ഇപ്പോഴത്തെ ക്ലേശങ്ങൾ നിസ്സാരമാണ്. അപ്പം 2 കൊരിന്തി 4:17 കൂടി ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ടുള്ളത്, ശിക്ഷണം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവത്തിന്റെ ശിക്ഷണം അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വ്യക്തമാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും എഴുതുക? ശിക്ഷണം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടെ അത് വ്യക്തമാക്കുക. ഡിസിപ്ലിനിങ് ഇസ് ഡൺ വിത്ത് എ ഗുഡ് പർപ്പസ്. എക്സ്പ്ലെയിൻ. അപ്പം അവിടെ പ്രധാനമായിട്ട് ഒരു 4 പോയിന്റുകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു, ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് നീതിഫലമുള്ളവരാകുവാനാണ്. അതുകൊണ്ട് ശിക്ഷണം നല്ലതാണ്. അത് നീതി എന്ന സമാധാന ഫലം നമുക്ക് നൽകും. അതുകൊണ്ട് ശിക്ഷണം നല്ലതാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? നീതിയും വിശുദ്ധിയുമുള്ള ജീവിതത്തിന് നമ്മെ അത് പ്രാപ്തരാക്കുന്നു. അപ്പൊ ശിക്ഷണം കൊണ്ട് എന്താണ് ഗുണം? നീതിയും വിശുദ്ധിയുമുള്ള ജീവിതത്തിന് അത് നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇറ്റ് എനേബിൾസ് അസ് ടു ലീഡ് ലൈഫ്സ് ദാറ്റ് ആർ ഹോളി ആൻഡ് റൈറ്റിയസ്. നമുക്കൊരു ഹോളി ആൻഡ് റൈറ്റിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ഇതിന് ശിക്ഷണങ്ങൾ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദൈവത്തോട് മത്സരിക്കാതെ വചനം അനുസരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പം ഇവിടെ ശിക്ഷണങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തോട് മത്സരിക്കാതെ വചനം അനുസരിക്കുവാൻ കഴിയുന്നവരാകുന്നു. ഇല്ല എങ്കിൽ എന്താ? ശിക്ഷണം ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഓർക്കും നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളൊരു അഹങ്കാര ഭാവം നമുക്ക് ഉണ്ടായി ദൈവത്തോട് പോലും ദൈവം ഉണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിനേക്കാളും മേലെയാണെന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും വരും. അപ്പൊ ദൈവത്തോട് മത്സരിക്കുന്നതിന് അത് ഇടയാക്കും. എന്നാൽ ശിക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് താഴും, അല്ലെ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അടി കിട്ടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള നിഗളവും ആ തലയെടുപ്പൊക്കെ ഒന്ന് കുറയുവാനായിട്ട് നമുക്ക് ഇടയാകും. അപ്പോഴത് ദൈവത്തോട് മത്സരിക്കാതെ എങ്ങനെയാണ് നമുക്ക് ദൈവവചനം അനുസരിക്കുവാൻ നമ്മെ കഴിവുള്ളവരാക്കുന്നു. ഇറ്റ് മേക്സ് us competent to obey God, not to rebel. ദൈവത്തിൽ നിന്ന് റിബൽ ആവാതെ ഒബേ ചെയ്യാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് ദൈവരാജ്യത്തിന്റെ ശിക്ഷണം നമ്മളെ അവകാശികളാക്കുന്നു. എന്താണ് പറയണത്? ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരാക്കുന്നു. അതായത് ദൈവരാജ്യത്തിന് നമ്മൾ യോഗ്യരാക്കി തീർക്കുന്നു. helps us to share the experiences of kingdom of ഗോഡ്. ഇങ്ങനെ 4 പോയിന്റ് ആണ് നമുക്ക് അവിടെ ശിക്ഷണം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഡിസിപ്ലിനിങ് ഇസ് ഡൺ വിത്ത് എ ഗുഡ് പർപ്പസ്. ഞാൻ 4 പോയിന്റ് ഒരിക്കൽ കൂടി പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് നീതിഫലമുള്ളവരാകുവാനാണ്. ഗോഡ് പണിഷസ് ഹിസ് ചിൽഡ്രൻ ടു ഈൽഡ് ഫ്രൂട്ട് ഓഫ് വെർച്യൂ. നീതിയും വിശുദ്ധിയുമുള്ള ജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നു. ഇറ്റ് എനേബിൾസ് us to lead lives that are holy and righteous. ദൈവത്തോട് മത്സരിക്കാതെ വചനം അനുസരിക്കുവാൻ നമ്മെ കഴിവുള്ളവരാക്കുന്നു. മേക്സ് us competent to obey God, not to rebel. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് നമ്മെ അവകാശികളാക്കുന്നു. helps us to share the experience of kingdom of God. ഇങ്ങനെ 4 പോയിന്റ് ആണ് ഈ ശിക്ഷണം കൊണ്ട് ഗുണമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 14 to 17. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വാട്ട് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് മസ്റ്റ് ബി അവെയർ ഓഫ്. ദൈവമക്കൾ അല്ലെങ്കിൽ സഭാമക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്. ഇവിടെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമാണ് ഇത് പഠിക്കാൻ. 4 കാര്യങ്ങൾ. അപ്പം ഒന്നാമത്തെ കാര്യങ്ങള്, വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കണം. വാക്യം 14. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? വിശ്വാസികൾ എല്ലാവരോടും, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും സമാധാനമായിട്ട്, പ്രത്യേകിച്ച് പൊതുയോഗമൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പോയിന്റ് പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസമുള്ള കാര്യമാണ്. വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കുക. പക്ഷെ എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവമക്കള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു സഭയിലെ അംഗങ്ങളാകുമ്പോൾ സഭയ്ക്കുള്ളിലെങ്കിലും സമാധാനം വീട്ടിലോ സമാധാനമില്ല, അതുപോലെ തന്നെ സഭയിലും കൂടെ സമാധാനമില്ലാതെ ആകരുത്. വിശ്വാസികൾ എല്ലാവരോടും സമാധാനമാകുക. സഭയ്ക്കുള്ളിൽ ഐക്യവും സമാധാനവും അത്യാവശ്യം ഉണ്ടായിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിലും ഇതുണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൊണ്ടാണ്
ഈ എബ്രായ ലേഖകൻ ഇങ്ങനെ ഒരു ഊന്നൽ കൊടുത്ത് പറയുന്നത്. അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ സംഭവം. ഇനി രണ്ടാമതായിട്ട് പറയണത്, അടുത്തത് വിശുദ്ധി പാലിക്കുക. ഒന്ന്, വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കുക. രണ്ടാമത് വിശുദ്ധി പാലിക്കുക, മെയിൻറ്റെയിൻ ഹോളിനെസ്. ഓക്കെ, വിശുദ്ധി പാലിക്കുക എന്നുള്ളതാണ് പറയണത് ഇവിടെ. വിശുദ്ധിയുള്ള ജീവിതം അങ്ങനെ ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്താണ്? അവർ ആയിരിക്കും ദൈവത്തെ കാണാൻ സാധിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. അതൊരു ക്വസ്റ്റ്യനായി വേണമെങ്കിൽ ചോദിക്കാം. ദൈവത്തെ കാണുന്നത് ആര്? ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. അപ്പം രണ്ടാമത്തെ പോയിന്റ് വിശുദ്ധി പാലിക്കുക, ഹോളിനെസ്. മൂന്നാമത് വിദ്വേഷം. എല്ലാം ഈ വി കൂട്ടിയ 3 വരുന്നത് കേട്ടോ. വിശ്വാസികൾ എല്ലാവരും സമാധാനമായിരിക്കുക, വിശുദ്ധി പാലിക്കുക, വിദ്വേഷം നീക്കണം ഹൃദയത്തിൽ നിന്ന്. എവിടെ നിന്നാണ് വിദ്വേഷം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുക. ബിറ്റർനെസ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ഹാർട്ട്. ഓക്കെ, വാക്യം 15. അതായിരിക്കും ഈ 4 കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും എല്ലാം, അല്ലെ? ഈ ബിറ്റർനെസ് അകത്തുനിന്ന് മാറ്റുക എന്നുള്ളതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അല്ലെ? നമുക്ക് എല്ലാവർക്കും അത് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത്, നമ്മളിപ്പോ ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ വഴങ്ങാത്ത ബോഡീനെ വഴങ്ങിയെടുക്കുന്നില്ല, അതുപോലെ നമ്മളത് പർപ്പസ്ഫുള്ളി ഒന്ന് ശ്രമിച്ചാൽ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. വിദ്വേഷം ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുക, അത് വാക്യം 15-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. 4-ാമത്തെ പോയിന്റ് സന്മാർഗത്തിൽ വളരുക, ഗ്രോ ഇൻ വെർച്വസ്നെസ്. ഓക്കെ, അപ്പൊ 4 പോയിന്റുകളാണ് ദൈവമക്കൾ അഥവാ സഭാമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കുക, വിശുദ്ധി പാലിക്കുക, വിദ്വേഷം നീക്കുക, സന്മാർഗത്തിൽ വളരുക. ഈ 4 പോയിന്റുകൾ ഓർക്കുക. ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ടുള്ളത് പ്രത്യേകം പഠിക്കുക, കാരണം ഇങ്ങനെയുള്ളത് ചോദിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആരാണ് ദൈവത്തെ കാണുന്നത്? ഹു ഷാൽ സീ ഗോഡ്? ഹൃദയശുദ്ധിയുള്ളവർ. ദോസ് ആർ പ്യൂർ ഇൻ ഹാർട്ട്, ദേ വിൽ സീ ഗോഡ്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദൈവ സംസർഗം സാധ്യമാകുന്നത് എങ്ങനെ? ദൈവ സംസർഗം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ദൈവ സംസർഗം സാധ്യമാകുന്നത് വിശുദ്ധിയുടെ അനുഭവത്തിലാണ്. ദൈവ സംസർഗം സാധ്യമാകുന്നത് വിശുദ്ധിയുടെ അനുഭവത്തിൽ ദൈവ സംസർഗം സാധ്യമാകുന്നു. അത് എവിടെയാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-ാമത്തെ പോയിന്റില് ലാസ്റ്റത്തെ ലൈനാണത്. വിശുദ്ധിയുടെ അനുഭവത്തിലാണ് ദൈവ സംസർഗം സാധ്യമാകുന്നത്. വിശുദ്ധിയിൽ പാലിക്കണം എന്നുള്ള പോയിന്റിന്റെ ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ് ആണത്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ബിക്കം പോസിബിൾ ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് ഹോളിനെസ്. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള സംസർഗം സാധ്യമാകുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് 4-ാമത്തെ പോയിന്റിന്റെ ലാസ്റ്റില് ഇവിടെ പറയുന്നുണ്ട്, 3 ഇടങ്ങളിലായിട്ട് ലേഖനകർത്താവ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 3 ഇടങ്ങളിൽ, അതായത് എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം, 6-ാം അധ്യായം 6-ാം വാക്യം, 10-ാം അധ്യായം 26-ാം വാക്യം. ഈ 3 ഇടങ്ങളിലായിട്ട് എബ്രായ ലേഖകൻ 3 പ്രാവശ്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? വിശ്വാസം ത്യജിച്ചവർക്ക് തിരിച്ചുവരവ് അസാധ്യം. The return is impossible for those who reject faith. ഒരിക്കൽ ഫെയ്ത്ത് റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരവ് അസാധ്യമാണ് എന്ന് എബ്രായ ലേഖനകർത്താവ് 3 തവണ 3 ഇടങ്ങളിലായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വേഴ്സസ് ഒന്ന് കാണാതെ പഠിക്കുക. ഏതൊക്കെയാണ്? ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 17, ചാപ്റ്റർ 6 വേഴ്സ് 6, ചാപ്റ്റർ 10 വേഴ്സ് 26. ഇവിടെ എല്ലാം പറയുന്ന കാര്യമാണ്, വിശ്വാസം ത്യജിക്കുന്നവർക്ക് തിരിച്ചുവരവ് അസാധ്യമാണ്. ഇനി അത് വേറൊരു രീതിയിലും ചോദിക്കാം, തിരിച്ചുവരവ് അസാധ്യമായത് ആർക്ക്? വിശ്വാസം ത്യജിച്ചവർക്ക് തിരിച്ചുവരവ് അസാധ്യമാണ്. ഇനി ഇവിടെ പറയണത് നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തില് 29 മുതൽ 33 വരെയുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഏശാവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ നമ്മുടെ ഫെയ്ത്ത് നമ്മൾ റിജക്ട് ചെയ്താൽ പിന്നെ അത്
തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യം എന്ന് പറയുന്നത്. ഇവിടെ ഏശാവിനെ കുറിച്ച് പറയുന്നു. ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏശാവ് വേട്ടയാടി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം യാക്കോബ് നല്ല പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഏശാവ് പറഞ്ഞു, ക്ഷീണിച്ചു വന്നപ്പോൾ എന്താ ചെയ്തത്? ഏശാവ് ചോദിച്ചു, എനിക്ക് അല്പം പായസം നൽകുക എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് അവിടെ ജ്യേഷ്ഠാവകാശം ആണ് ചോദിച്ചത്. അപ്പൊ അവിടെ വിറ്റ് കളഞ്ഞു. പക്ഷെ ദൈവം തന്ന ഒരു പൊസിഷൻ ആയിരുന്നു അത്, അല്ലെ? ജ്യേഷ്ഠാവകാശം എന്നുള്ളത് അത് അത്രയും ശ്രേഷ്ഠമായ ഒരു പൊസിഷൻ ദൈവം കൊടുത്തതാണ്. പക്ഷെ ലൗകികമായ ആ ഒരു സുഖത്തിന് വേണ്ടി, ആ ഒരു വിശപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഫിസിക്കൽ ഡിസയറിന് വേണ്ടിയിട്ട് ദൈവം തന്ന ആ ഒരു അവകാശത്തെ ഏശാവ് വിറ്റുകളഞ്ഞു. അതുകൊണ്ട് അതായത് ആദ്യജാതൻ എന്നറിയാം, യഹൂദന്മാരുടെ ഇടയിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ ആദ്യജാതൻ എന്ന അവകാശം വിറ്റതുകൊണ്ട് ഏശാവിനെ പോലെ ഈ ജഡത്തിന്റെ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആത്മീയ മൂല്യങ്ങൾ നിസാരമായി കരുതുന്നവർ പാപത്തിന്റെ അടിമകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് പാപക്ഷമ ലഭിച്ചാലും ഇവരുടെ നഷ്ടമായ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വിശ്വാസം ത്യജിക്കുന്നവർക്ക് തിരിച്ചുവരവ് അസാധ്യമാകുന്നത് ആരെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്? ഏശാവിനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള ഭാഗത്താണ് ഈ ഒരു കോട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 18 to 29. ദൈവവചനം നിരസിക്കരുത്. ഡു നോട്ട് റിജക്ട് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറയണത്. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ കവണന്റ്. ഓക്കെ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നു, പഴയ നിയമം എവിടെയാണ് സ്ഥാപിച്ചത്, പുതിയ നിയമം എവിടെയാണ് സ്ഥാപിച്ചത് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. പഴയ നിയമം നമുക്കറിയാം ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം. അതെവിടെയാണ് സ്ഥാപിച്ചത്? സീനായി മലയിലാണ് മോശയ്ക്ക് പഴയ നിയമം ന്യായപ്രമാണം കിട്ടിയത്. അപ്പൊ പഴയ നിയമം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? സീനായി മലയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ പുതിയ നിയമം എവിടെയാണ്? അതായത് ന്യൂ കവണന്റ് ഇത് സ്ഥാപിച്ചത് എവിടെയാണ്? അറ്റ് സിയോൻ, അല്ലെ? സിയോനിലാണ്. ത്രൂ ക്രൈസ്റ്റ്. സിയോൻ എന്ന് പറഞ്ഞാൽ, സിയോൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് യെരുശലേമാണ്. പുതിയ യെരുശലേമിനാണ് ഉദ്ദേശിക്കുന്നത്, സിയോൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ക്രിസ്തുവിനാലാണ് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ക്രിസ്തുവിൽ കൂടിയാണ് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഇവിടെ മറ്റൊരു പ്രധാനമായ താരതമ്യം കാണുന്നത്, ആദ്യം കണ്ടു എവിടെയാണ് പഴയ നിയമം പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ഇനി രണ്ടാമതായിട്ട് പറയണത്, ഇവിടെ പഴയ നിയമത്തില് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, പുതിയ നിയമത്തില് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ്, അത് രണ്ട് കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെ, എല്ലാവർക്കും പേടിയാണ്, അല്ലെ? ദൈവത്തെ അത്രമാത്രം ഭയത്തോടുകൂടിയായിരുന്നു പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എങ്ങനെയാ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ക്രിസ്തു. ക്രിസ്തുവിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു ഭാവം ഇപ്പോഴും നമുക്കുണ്ടോ? നമ്മങ്ങനെ പേടിയല്ല, നമുക്കിപ്പോഴും ആ സ്നേഹിക്കുന്ന ദൈവമായിട്ടാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്നത്. അതാണ് ഒരു വ്യത്യാസം കാണുന്നത്. പഴയ നിയമത്തില് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ഭയങ്കര ഭീകരമായിട്ടാ, അല്ലെ? എങ്ങനെയാ കാണുന്നത്? എങ്ങനെയാ? സീനായി മലയില് ദൈവം വരുമ്പോൾ എന്തൊക്കെയാ അവിടെ ടെറിഫൈങ് സൈൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന എന്തൊക്കെയാ? തീയുണ്ട്, മേഘസ്തംഭം, കൂരിരുട്ട്, കാഹളനാദം, അല്ലെ? ഇതൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെ? പക്ഷെ അവിടെ സീനായി മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഭയാനകമായ അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പോലും അന്ന് എങ്ങനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുമായിരുന്നോ? അന്ന് പറഞ്ഞു, ആരും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരരുത്, മലയുടെ അടുത്തേക്ക് പോലും ആരും വരരുത്, വന്നാൽ എന്ത് സംഭവിക്കും? മരിച്ചു പോകും. അപ്പം അന്ന് ദൈവത്തെക്കുറിച്ച് ജനത്തിന് ഭയമായിരുന്നു. അതാണ് പഴയ നിയമത്തില്. അപ്പം അതുകൊണ്ട് മലയെ സമീപിച്ചാൽ മരണം സംഭവിക്കും, അത്രമാത്രം ദൈവത്തെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു അന്ന് പഴയ നിയമത്തിലെ ദൈവം എന്നുള്ള ഒരു ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വെളിപാട് അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയാണോ? പുതിയ നിയമത്തില് ക്രിസ്തു സ്ഥാപിച്ച കൃപയുടെയും സ്നേഹത്തിന്റെയും സുവിശേഷമാണ് പുതിയ നിയമം. എന്തൊക്കെയാണ്? അത് കൃപയാണ്, അല്ലെ? ഇപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ വരുന്നത് തന്നെ എങ്ങനെ? ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഗ്രേസ്, ആ കൃപയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രേസ് ആൻഡ് ലവ് ആണ് നമുക്ക് ഈ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ഒരു താരതമ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം,
ചോദിക്കാൻ പറ്റുന്നതൊക്കെ, ഒന്ന് പഴയ നിയമം സ്ഥാപിച്ചത് എവിടെ, പുതിയ നിയമം സ്ഥാപിച്ചത് എവിടെ. അടുത്ത ക്വസ്റ്റ്യൻ, ദൈവ സാന്നിധ്യത്തിന്റെ ഭീകരതയെ വെളിപ്പെടുത്തുന്നത് എന്ത്, അല്ലെങ്കിൽ ടെറിഫൈങ് സൈൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. തീയ്, മേഘസ്തംഭം, കൂരിരുട്ട്, കാഹളനാദം. അടുത്തതായിട്ട് ചോദിക്കാം, ക്രിസ്തു സ്ഥാപിച്ച കൃപയുടെയും സ്നേഹത്തിന്റെയും സുവിശേഷം എന്ത്. പുതിയ നിയമം. പുതിയ നിയമത്തെയാണ് കൃപയുടെയും, ഗോസ്പൽ ഓഫ് ഗ്രേസ് ആൻഡ് ലവ്, പുതിയ നിയമം അല്ലെങ്കിൽ ന്യൂ കവനന്റ്. അതാണ് ക്രിസ്തു സ്ഥാപിച്ച കൃപയുടെയും സ്നേഹത്തിന്റെയും സുവിശേഷം എന്ന് പറയുന്നത്. ഇനി അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഏത്? യെരുശലേമിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്? പുതിയ നിയമം. പഴയ നിയമം സീനായി മലയിലാണ്, പുതിയ നിയമം സിയോനിൽ. സിയോൻ എന്ന് പറഞ്ഞാൽ യെരുശലേം. അപ്പം ജീവനുള്ള ദൈവത്തിന്റെ നഗരം, അതാണ് യെരുശലേം. ജീവനുള്ള ദൈവത്തിന്റെ നഗരം ഏത്? യെരുശലേം. ആ നഗരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? പുതിയ നിയമമാണ് ആ നഗരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്തതായിട്ട് വേഴ്സസ് 23-24 വിശ്വാസികളായിരിക്കുന്ന സഭയുടെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. ഇനി അതിനകത്ത് ചെറിയ 1-2 ക്വസ്റ്റ്യനും കൂടെയാണ് ഇനി അടുത്തൊരു പാരഗ്രാഫിൽ, ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സ്വർഗം? വീണ്ടെടുക്കപ്പെടുന്നവർ സമ്മേളിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് റിഡീംഡ്. വീണ്ടെടുക്കപ്പെട്ടവർ സമ്മേളിക്കുന്ന സ്ഥലമാണ് ഹെവൻ എന്ന് പറയുന്നത്. ഇപ്പം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച മുറിവുകളോടുകൂടി അവിടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം വീണ്ടെടുക്കപ്പെടുന്നവർ സമ്മേളിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് സ്വർഗം എന്നാണ് എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ, എന്താണ് ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം? ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരിക്കുക? നമുക്കറിയാം ക്രിസ്തുവാണ് നമ്മുടെ ഈ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പം ഇത് വിശ്വാസിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം എന്താണ്? എന്താണ്? ഇളകാത്തതും ഉറപ്പുള്ളതുമായ ദൈവരാജ്യം. അതായിരിക്കണം ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം. അവർ ഹോപ്പ് ആൻഡ് അവർ ഗോൾ ഇസ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനെ പറ്റിയുള്ള ഉറപ്പായിരിക്കണം ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഓട്ടം സ്ഥിരതയോടെ ഓടുവാനാണ് എബ്രായ ലേഖകൻ പഠിപ്പിക്കുന്നത്? അപ്പം ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ്? അപ്പം ക്രിസ്തു എന്ന ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ സെയിം ആൻസറും കൂടെ എഴുതുക. ഇളകാത്തതും ഉറപ്പുള്ളതുമായ ദൈവരാജ്യം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഓട്ടം സ്ഥിരതയോടെ ഓടുവാനാണ് എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്താണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഓട്ടം നമ്മൾ ഓടുമ്പോൾ ചുമ്മാതെ അങ്ങ് ഓടിയാ പോരാ, ചില കാര്യങ്ങളും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എബ്രായ ലേഖകൻ പറയുന്നു. ദൈവരാജ്യം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഓടുമ്പോൾ എങ്ങനെയുള്ള ഓട്ടം ഓടുവാൻ, അത് ക്വാളിറ്റി ഓഫ് അവർ റേസ് അതെന്താണ്? അവിടെ ഒരു പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വിശ്വാസം കൈവിടാതെ വേണം ഓടാൻ. എന്താണ്? വിശ്വാസം കൈവിടാതെ. രണ്ടാമത് പറയുന്നു ഭക്തി പുരസ്സരം. ആ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനാണ്. രണ്ടാമത് പറയുന്നത് ഭക്തി പുരസ്സരം, ഭക്തിയോടുകൂടി ഓടണം. മൂന്നാമത് ദൈവാരാധന നടത്തി വേണം ഓടാൻ. ആരാധന, വർഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഓട്ടം? എങ്ങനത്തെ ഓട്ടമായിരിക്കണം? അതിന്റെ ക്വാളിറ്റി സ്ഥിരതയോടെ ഓടുക. അപ്പൊ 4 കാര്യങ്ങളാണുള്ളത്. റൺ റേസ് കൺസിസ്റ്റന്റ്ലി വിത്തൗട്ട് അബാൻഡിങ് അവർ ഫെയ്ത്ത് ആൻഡ് വിത്ത് റെവറൻസ്. വിശ്വാസം കൈവിടാതെ, ഭക്തി പുരസ്സരം, ദൈവാരാധന നടത്തി ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പം എങ്ങനെ ദൈവരാജ്യം എന്ന ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെയുള്ള ഒരു ഓട്ടമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം നടത്തേണ്ടതെന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇനി ഇവിടെ 2 കൂദാശകളെ കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാന. ഈ 2 കൂദാശ അനുഭവങ്ങളിലൂടെ വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സിയോൻ പർവ്വതത്തിലേക്ക് കയറുവാൻ കഴിയുമെന്ന് എബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം വിശുദ്ധ മാമോദീസായും
വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ സഭയിലെ മക്കളായിത്തീരുന്നു, ക്രൈസ്തവ സഭയിലെ മക്കളായിത്തീരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശികളായിട്ട് നാം തീരുന്നു. അങ്ങനെ വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നാണ് എബ്രായ ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതോടുകൂടി ചാപ്റ്റർ 12 തീരുകയാണ്. അപ്പം ചാപ്റ്റർ 12 വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അധികം പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ട് നമ്മൾ ഓരോ വാക്യങ്ങൾ തിരിച്ചാണ് പഠിച്ചത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു ഓട്ടവും അതിന്റെ ലക്ഷ്യത്തെയും കുറിച്ച് കണ്ടു. രണ്ടാമത്തെ ഭാഗത്ത് ബാലശിഷ്യ അത് പുത്രത്വത്തിന്റെ ലക്ഷണമാണെന്ന് കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ദൈവവചനം നിരസിക്കരുത് എന്നുള്ള ഒരു വാണിംഗ് ആണ് അവിടെ കാണുന്നത്. അവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള താരതമ്യം കണ്ടു. അതിനുശേഷം എങ്ങനെയുള്ള ഓട്ടമായിരിക്കണം നമ്മൾ ഓടേണ്ടത്, നമ്മുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കണം, അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ 6 പ്രധാനമായിട്ടും ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നതുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ഈ ക്ലാസ് എല്ലാവർക്കും സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം.